ഞങ്ങൾ വീട്ടിൽ കൊണ്ട് വിട്ടതിന് ശേഷം അമ്മച്ചി 2 ദിവസം കൊണ്ട് ആകെ നിന്നത്. അത് തന്നെ അവിടെ നിന്ന് ഇങ്ങനെ ഓരോരുത്തർ ഓരോ ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട് ഇങ്ങനെ വിളിച്ചുകൊണ്ടിരിക്കണായിരുന്നു കേട്ടോ. കൂട്ടത്തിൽ ചെപ്പിയുടെ ഒരു വിളി ഇന്ന് വരുമോ എന്ന് ചോദിച്ചിട്ടുള്ളത്. അമ്മച്ചിയുടെ ഫോണിനാണേ ഇവർ തമ്മിലുള്ള ഈ ഒരു ബോണ്ടിൽ ഇത് തന്നെയാണ് ആദ്യം ദിവസം മാറി നിൽക്കാൻ പറ്റാത്ത ഒരു അവസ്ഥയാക്കി മാറ്റിയേക്കുന്നത്. പെട്ടെന്ന് ഒരു ദിവസം ഞങ്ങൾ മാറി നിന്നപ്പോഴേക്കും അമ്മച്ചിക്ക് ഭയങ്കര ഡിപ്രഷൻ പോലെ കരച്ചിൽ വിഷമം സങ്കടമൊക്കെ ആയിട്ട് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. അതിലെ പിന്നെ ഞങ്ങൾ അങ്ങനെ മാറി നിന്നിട്ടില്ല കേട്ടോ അധികം ദിവസം അങ്ങോട്ട്. അപ്പൊ അമ്മച്ചിനെ ബസ് സ്റ്റോപ്പിൽ കൊണ്ട് ആക്കാൻ വേണ്ടി ഞാൻ റെഡി ആയിട്ടുണ്ട്. 2 വീലറിനാണ് പോകുന്നത്. പുറത്ത് നല്ല വെയിലുണ്ട് കേട്ടോ. അതുകൊണ്ട് തന്നെ ഞാൻ ഒരു കോട്ട എടുത്തിട്ടുണ്ട്. കുഞ്ഞുങ്ങൾക്ക് എന്തോ ഒരു സൂചന കിട്ട പോലെ മനസ്സിലായിട്ട് അമ്മച്ചി എവിടെയോ പോകണേണെന്ന്. അപ്പോൾ ഭയങ്കര സങ്കടമൊക്കെ ആയിരുന്നു. അമ്മച്ച കയ്യിൽ നിന്ന് വന്നിട്ടുണ്ടായിരുന്നില്ല. അമ്മച്ചൊക്കെ അത് കണ്ടിട്ട് അതിൽ കൂടുതൽ സങ്കടമായിട്ടാണ്. പിന്നെ ഒരു കണക്കിന് ഡാഡി അവനെ കൊണ്ട് അകത്തേക്ക് പോയിട്ടുണ്ടായിരുന്നു. ബസ് സ്റ്റോപ്പിൽ പോയാൽ ഞങ്ങൾക്ക് 3-4 കാര്യങ്ങളും കൂടി ഉണ്ടായിരുന്നു. ആദ്യം കയറിയത് കുഞ്ഞുങ്ങൾക്ക് എന്തെങ്കിലും ടോയ്സ് വാങ്ങിച്ചേ പറ്റുള്ളൂ റിയാന്നും പറഞ്ഞിട്ട് ഒരു ടോയ്സൊക്കെ വാങ്ങിച്ചത്. ഇങ്ങനെ കളറിൻ്റെ അറിങ്ങില്ല അതൊക്കെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. കൂടുതൽ ഒരു ചോക്ലേറ്റിൽ പകുതി മുക്കാൽ ഞാൻ തന്നെ തിന്നു കേട്ടോ. പിന്നെ അമ്മച്ച ഗ്ലാസ് വാങ്ങിച്ചിട്ട് ഒരു 3 വർഷത്തിലേറെ ആയിട്ടുണ്ടായിരുന്നു. ഇത് മാറ്റാൻ സമയം കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ എന്തായാലും നമുക്ക് ഒന്നിച്ച് പോവാന്നൊക്കെ പറഞ്ഞിട്ട് ഒരു ഐ ക്ലിനിക്കിലൊക്കെ കയറി ഞങ്ങൾ കണ്ണൊക്കെ ടെസ്റ്റ് ചെയ്തു കേട്ടോ. ദൈവാനുഗ്രഹം കൊണ്ട് പ്രായത്തിൻ്റെതായ ബുദ്ധിമുട്ടുള്ള ചെറിയൊരു ലോങ് സൈഡ് പ്രോബ്ലം അത്രേ ഉള്ളൂ കേട്ടോ. എന്നാലും നമ്മളൊരു ഗ്ലാസ് വാങ്ങിക്കുമ്പോഴേക്കും ഡോക്ടറിനെ കൺസൾട്ട് ചെയ്ത് വാങ്ങിക്കണതല്ലേ നല്ലത്. ഗ്ലാസ് എന്തായാലും വെക്കുന്നുണ്ട്. അപ്പോൾ പിന്നെ കുറച്ച് സ്റ്റൈലിനായിക്കോട്ടെ എന്ന് കരുതിയിട്ട് ഒന്നും നോക്കില്ല. അവിടെയുള്ള എല്ലാ ഗ്ലാസ്സും മാറി റെഡും ബ്ലാക്കും ബ്രൗണും ഒക്കെ മാറി വെച്ച് നോക്കി ടെസ്റ്റ് ചെയ്തിട്ടാണ് നമ്മൾ വാങ്ങിക്കേണ്ടത്. ഞാൻ പുറത്തിറങ്ങി അപ്പോഴേക്കും അമ്മച്ചി പറഞ്ഞിട്ടുണ്ടായിരുന്നു പുറത്ത് എന്തൊരു വെയിലാണെന്നറിയോ, ഭയങ്കര വെയിൽ, സഹിക്കാൻ പറ്റാത്ത വെയിൽ കേട്ടോ. ഞാൻ അതുകൊണ്ട് തന്നെ ഷോളൊക്കെ വെച്ച് കെട്ടിയുമ്പോൾ നല്ല തീവ്രവാദികൾ പോലെ ഇരിക്കുന്നുണ്ട് കേട്ടോ. ഇനിയാണ് എനിക്ക് നിങ്ങളോടൊരു സന്തോഷ വാർത്ത പറയാനുണ്ട്. ഞാൻ നേരത്തെ വർക്ക് ചെയ്ത സ്കൂളിൽ ഞാൻ വീണ്ടും റീജോയിനിങ് ചെയ്തിട്ടുണ്ട്. ഈ ഒരു ടീച്ചിങ് ഫീൽഡ് എനിക്ക് തരുന്ന സന്തോഷമില്ല അത് വേറെ ഒന്നിനും കിട്ടിയിട്ടില്ല. അത്രയും എനിക്ക് സന്തോഷമാണ് ഈ ടീച്ചിങ് ഫീൽഡ്, കുട്ടികളായിട്ടുള്ള ഒരു ഇൻട്രാക്ഷനൊക്കെ. നമ്മളെ HM ആണ് ജെസ്സി HM കേട്ടോ. അപ്പോൾ വേറെയും ടീച്ചേഴ്സ് ഉണ്ട്. കുറച്ച് ടീച്ചേഴ്സ് മാറിപ്പോയിട്ടുണ്ടായിരുന്നു. നാളെ നമുക്ക് കോൺവൊക്കേഷനാണ്. അതിന് വേണ്ടിയിട്ട് കുട്ടികൾക്കുള്ള ബാനറും കാര്യങ്ങളൊക്കെ ഞങ്ങൾ റെഡി ആയിക്കൊണ്ടിരിക്കുന്നതാണ്. ഞാൻ കറക്റ്റ് സമയത്താണ് ചെന്നത്. കാരണം വെക്കേഷന് 2 ദിവസം കൂടി ഉള്ളൂ കേട്ടോ. എന്നാലും വെക്കേഷൻ സമയത്ത് ചില ദിവസങ്ങളിലൊക്കെ പോകേണ്ടി വരും. അപ്പോൾ ഇനിയുള്ള നമ്മളുടെ വീഡിയോസിൽ നമ്മളുടെ സ്കൂളിലെ വിശേഷങ്ങളൊക്കെ ഉണ്ടാവും. അപ്പോൾ അത്രേ ഉള്ളൂ. ടാറ്റ ബൈ ബൈ, സീ യു.